ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ശേഖരന്റെ സംസാരം കേട്ട് താഴേക്ക് വരികയാണ് പാറു. ശേഖരൻ പാറുവിനെ കണ്ടയുടൻ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സംശയത്തോടെ ഗായത്രിയമ്മയുടെ ഫോട്ടോക്കരികിലേക്ക് വന്ന് പാറു പറയുകയാണ്, ഇതാണോ ഗായത്രിയമ്മ പറഞ്ഞ ശേഖരൻ? ആണെങ്കിൽ തന്നെയും ഇയാളുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊക്കെ പാറു നിന്ന് ആലോചിക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പല്ലവി വിപിനെ വിളിക്കുന്നതാണ്. എന്റെ അമ്മ എന്റെ ജന്മദിവസമാണെന്ന് പോലും നോക്കാതെ എന്നെ ഇന്നലെ എത്രയാ തല്ലിയതെന്ന് വിപിൻ സാറിന് അറിയാമോ? എന്തിനാ തല്ലിയതെന്ന് വിപിൻ ചോദിക്കുമ്പോ പല്ലവി പറയുകയാണ്, അത് ഈ വാച്ച് കണ്ടിട്ടാ. നീ എന്തിനാ അതിനാ വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായതെന്ന് വിപിൻ ചോദിക്കുമ്പോ, അത് ആരെങ്കിലും മോഷ്ടിച്ചാലോ എന്ന് കരുതിയാ ഞാൻ കെട്ടിയതെന്ന് പല്ലവി പറയുന്നു. തുടർന്ന് പല്ലവി ആശ്വസിപ്പിച്ച് വിപിൻ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുശീലയും ജാസ്മിനും കൂടി അടുക്കളയില് വിശാലിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ തക്കാളി അരിയുന്നത് കണ്ടിട്ട് സുശീല പറയുക, എന്റെ ജാസ്മിനെ, അത് ചേനയല്ല തക്കാളിയാണ്, നീ അതൊന്ന് മയത്തിലരി, ഇല്ലെങ്കിൽ നിന്റെ ഡ്രസ്സിലൊക്കെ വീഴും. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ആന്റി പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് സീരിയൽ വല്ലതും കണ്ടേനെ. എന്റെ ജാസ്മിനെ, നീ എന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാത്തത്? ആ പട്ടിക്കാട്ടുകാരി എങ്ങനെയാ വിശാലിനെ മയക്കിയതെന്നാ നീ വിചാരിക്കുന്നത്? അവളുടെ കൈപുണ്യമാണ് അതിന്റെ കാരണം. അവളുടെ അത്രയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും നീ ശ്രമിച്ചാൽ ഇത്തിരിയെങ്കിലും ഭേദമാകുമല്ലോ. ശരി, ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്ന് ജാസ്മിൻ പറയുന്നു. അതേസമയം പാറു അടുക്കളയിലേക്ക് വരുമ്പോൾ സുശീല ചോദിക്കുകയാണ്, നീ എന്താ വന്നത്? അത് പിന്നെ വിശാൽ സാറിന് ഭക്ഷണം ഉണ്ടാക്കാൻ. എന്താ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്? നീ എന്താ കണ്ടില്ലേ, ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഞാനാ ഇന്നും ചെയ്യുന്നത്, നിങ്ങളൊന്ന് മാറിത്തരുവാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ചെയ്തേനെ എന്ന് പാറു പറയുമ്പോൾ സുശീല പറയുകയാണ്, എങ്കിലേ നീ ഒരു കാര്യം കേട്ടോ, ഇന്നു മുതൽ വിശാലിന് ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ല, ജാസ്മിൻ ആയിരിക്കും. പുറത്ത് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നീ അത് പോയി ചെയ്യാൻ നോക്ക്, ടോയ്ലറ്റോ മറ്റോ പോയി ക്ലീൻ ചെയ്യാൻ നോക്ക്. അപ്പച്ചി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്ന് പാറു പറയുമ്പോൾ, നിന്നോട് ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞതെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സുശീല. തുടർന്ന് വിഷമത്തോടെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് പാറു. അവൾക്ക് നമ്മൾ പറഞ്ഞത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, കണ്ടില്ലേ മുഖവും വീർപ്പിച്ചുകൊണ്ട് പോയതെന്ന് സുശീല പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, എന്താ അവൾ ഊട്ടിയാൽ ഉണ്ണത്തുള്ളോ? തുടർന്ന് ജാസ്മിൻ താനുണ്ടാക്കിയ സാമ്പാർ സുശീലയ്ക്ക് രുചിച്ചു നോക്കാൻ കൊടുക്കുകയാണ്. കൊള്ളാലോ, നിനക്കും കൈപുണ്യമൊക്കെ ഉണ്ട്, നീയും വിശാലിനെ വൈകാതെ തന്നെ കീഴടക്കുമെന്ന് സുശീല പറയുമ്പോൾ ജാസ്മിന് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാല് ആഹാരം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുന്നതാണ്. അതേസമയം ആഹാരവുമായിട്ട് സുശീലയും ജാസ്മിനും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അതേസമയം എന്തോ ഫയലുകൾ ധൃതിയിൽ നോക്കുകയാണ് വിശാൽ. ഇത് കണ്ടിട്ട് സുശീല പറയുകയാണ്, എന്റെ വിഷ്, ആ ഫയലുകളൊന്ന് മടക്കി വെക്ക്, ആഹാരം എടുത്തു വെച്ചത് കണ്ടില്ലേ? തുടർന്ന് ജാസ്മിൻ പ്ലേറ്റിലേക്ക് ഇഡ്ഡലിയും സാമ്പാറും ഒഴിച്ച് വിശാലിന് കൊടുക്കുകയാണ്. തുടർന്ന് വിശാല് ഇഡ്ഡലി കഴിച്ചിട്ട് ചോദിക്കുകയാണ്, ഇന്നാരാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്? ഇത് കേൾക്കുന്ന സുശീലയും ജാസ്മിനും മിണ്ടാതെ നിൽക്കുമ്പോൾ വിശാല് ചോദിക്കുകയാണ്, എന്താ രണ്ടാളുടെ നാവിറങ്ങിപ്പോയോ? ഞാൻ ചോദിച്ചതെന്താ, നിങ്ങൾ കേട്ടില്ലേ? അല്ല, എന്നും ഇല്ലാത്തൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്, അതാ ഞാൻ ചോദിച്ചതെന്ന് വിശാല് പറയുമ്പോൾ ജാസ്മിനും സുശീലയും സന്തോഷത്തോടെ വിശാലിനെ നോക്കുകയാണ്. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, അത് പിന്നെ വിശാൽ, ഞാനാ വിശാലിന് വേണ്ടി സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ഇങ്ങനാണെങ്കിൽ ഞാൻ തന്നെ ഇന്നും തയ്യാറാക്കിക്കൊള്ളാമെന്ന് ജാസ്മിൻ പറയുമ്പോൾ വിശാൽ ഉടൻ തന്നെ പാറുവിനെ വിളിക്കുകയാണ്. എന്തിനാ അവളെ വിളിക്കുന്നതെന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ, അവളും കൂടി വരട്ടെ, ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ എന്ന് വിശാൽ പറയുന്നു. ഇത് കേൾക്കുന്ന സുശീലയും ജാസ്മിനും പുഞ്ചിരിയോടെ വിശാലിനെ നോക്കുകയാണ്. അതേസമയം എന്താ വിശാൽ സാറെന്ന് ചോദിച്ചുകൊണ്ട് പാറു അങ്ങോട്ടേക്ക് വരുന്നു. ഇന്നാരാ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയത്, പാർവതിയാണോ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ, അല്ലെന്നും ജാസ്മിനും അപ്പച്ചിയും കൂടെ ഉണ്ടാക്കിയതെന്ന് പാറു പറയുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്നതാ, അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്തേക്ക് പോകാൻ. ആ, അത് പറ. ഇത് കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു, പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. ഒരു ടേസ്റ്റുമില്ല, ഇഡ്ഡലി ആണെങ്കിലോ പാറക്കല്ല് പോലെയുണ്ട്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, അത് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയത് ആന്റിയാ, ഞാനല്ല. ഇത് കേൾക്കുന്ന പാറു ചിരിച്ചുകൊണ്ട് അവരെ നോക്കുകയാണ്. നൈസായിട്ട് സുശീല അവിടെ നിന്ന് മുങ്ങുമ്പോൾ ജാസ്മിനോട് വിശാൽ പറയുകയാണ്, ജാസ്മിൻ, ആഹാരം പാചകം ചെയ്യുമ്പോഴേ അത് രുചിയുണ്ടാകണമെങ്കിൽ കൈപുണ്യം വേണം. കൈപുണ്യം ഉണ്ടാകണമെങ്കിലേ ചെറുപ്പത്തിലെ അമ്മയുടെ ഒപ്പം അടുക്കളയിൽ കയറണം. അതിന് ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലല്ലേ കാര്യങ്ങളൊക്കെ അറിയൂ എന്ന് ജാസ്മിൻ പറയുമ്പോൾ വിശാൽ ചോദിക്കുകയാണ്, അതിന് നീ എന്തോ ഉണ്ടാക്കിയത്? സാമ്പാർ ഞാനാ ഉണ്ടാക്കിയത്. ആണോ, എങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് വിശാൽ തൻ്റെ കയ്യിൽ കുറച്ച് സാമ്പാർ എടുത്ത് രുചിച്ചു നോക്കിയിട്ട് ഇതിലേക്ക് തുപ്പുകയാണ്. ഇത് സാമ്പാറാണോ അതോ പച്ചക്കറി രസമോ? ഉപ്പുമില്ല മുളകുമില്ല. അത് പിന്നെ ഉപ്പിട്ടത് ഞാനല്ല, സുശീലാൻറ്റിയാ ഉപ്പിട്ടത്, ഞാൻ ഇളക്കിയത് മാത്രമേ ഉള്ളൂ. ആണോ, എങ്കിലേ നീ എടുത്തോണ്ട് പോയിട്ട് മാറി നിന്ന് ഇളക്ക്. തുടർന്ന് ദേഷ്യത്തോടെ ജാസ്മിൻ അവിടെ നിന്ന് സാമ്പാറും എടുത്തോണ്ട് പോകുമ്പോൾ
പാറു പറയുകയാണ്, വിശാൽ സാറിന് സമയമുണ്ടെങ്കിൽ ഇരിക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ ആഹാരം ഉണ്ടാക്കി തരാം. അതേസമയം ദേഷ്യത്തോടെ കിച്ചണിലേക്ക് പോകുന്ന ജാസ്മിൻ ശക്തിയുടെ പാത്രം താഴേക്ക് വെക്കുകയാണ്. എടി, പതിയെ വെക്ക്, ആ പാത്രം തവിട് പൊടിയാകും. പാത്രമല്ല, ഈ വീടാ തവിട് പൊടിയാകേണ്ടതെന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല ചോദിക്കുകയാണ്, എന്താ നിന്റെ പ്രശ്നം? എന്റെ സാമ്പാർ ഫ്ലോപ്പ് ആയി പോയി. ഇത് കേൾക്കുന്ന സുശീല സാമ്പാർ രുചിച്ചു നോക്കിയിട്ട് പറയുകയാണ്, ഇതേ വിശാലിനെ കുറ്റം പറയാൻ പറ്റില്ല, ഒരു കാശിനും കൊള്ളില്ല. പക്ഷേ എനിക്ക് അതിലൊന്നും വിഷമമില്ല. ആ പാർവതിയുടെ മുമ്പിൽ വെച്ചാ വിശാല് എന്നെ നാണം കെടുത്തിയത്. വിശാല് ചോദിക്കുകയാ, ഇത് സാമ്പാറാണോ അതോ രസമാണോ എന്ന്. ശരിക്കും പറഞ്ഞ അതിന്റെ തൊലി ഉരിഞ്ഞു പോയി ആന്റി എന്ന് ജാസ്മിൻ പറയുമ്പോൾ സുശീല പറയുകയാണ്, ഇംപ്രഷൻ ഉണ്ടാക്കാൻ പോയിട്ട് ചുളിവിന് പാർവതി ആ പോസ്റ്റ് അങ്ങ് അടിച്ചെടുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയൊന്നും തളർന്നു പോകുന്നവളല്ല ഈ ജാസ്മിൻ, ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. സമയം പാറു കിച്ചണിലേക്ക് വരികയാണ്. വിശാൽ സാറിന് എന്താണെങ്കിലും ആഹാരം കഴിക്കാൻ സാധിച്ചില്ല, ഞാൻ ഉണ്ടാക്കി വെച്ച വട ഇവിടെ ഇരിപ്പുണ്ട്. അത് പറഞ്ഞുകൊണ്ട് പാറു ഉഴുന്നവട എടുത്ത് പ്ലേറ്റിലേക്ക് ഇടുമ്പോ ജാസ്മിൻ ചോദിക്കുകയാണ്, നീ എന്താ വിശാലിന്റെ ആരോഗ്യം മോശമാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? പിന്നില്ലാതെ ഈ എണ്ണമുള്ള ആഹാരമൊക്കെ കഴിച്ചാൽ വിശാലിന്റെ ആരോഗ്യത്തിന് അത് ബാധിക്കില്ലേ എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോ പാറു ചോദിക്കുകയാണ്, അത് മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ്, അത് പേപ്പർ വെച്ച് നന്നായി പ്രസ് ചെയ്താൽ മതി, എണ്ണ പോയിക്കോളും. അല്ല, അതിന് പേപ്പർ എവിടെയെന്ന് പാറു ചോദിക്കുമ്പോ സുശീല പറയുകയാണ്, അത് ആ ടേബിളിന്റെ പുറത്ത് ഫയലിൽ കുറെ പേപ്പർ ഇരിപ്പുണ്ട്, നീ അതിൽ നിന്നും ഏതെങ്കിലും പേപ്പർ എടുത്തോ. ഇത് കേൾക്കുന്ന പാറു ശരിയെന്ന് പറഞ്ഞ് ടേബിളിന്റെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം തങ്ങളുടെ പ്ലാൻ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും. തുടർന്ന് പാറു ആ വടയുമായി നേരെ ടേബിളിന്റെ അടുത്തേക്ക് ചെന്ന് വിശാലിന്റെ ഫയലിൽ നിന്നും എഗ്രിമെന്റിന്റെ പേപ്പറൊക്കെ എടുത്ത് വടയിലെ എണ്ണ കളയുകയാണ് പാറു. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിനും സുശീലയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.